ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ പ്രചരണ വിഷയമായതോടെ മുല്ലപ്പെരിയാർ വീണ്ടും അപകടത്തിൽ എന്ന തരത്തിലേക്ക് ആശങ്ക ഉയരുകയാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിന്റെ തുടർ നടപടികൾ കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ്. സെപ്റ്റംബർ 30-ന് ഇത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ഈ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ച പരിശോധനയ്ക്ക് സർക്കാരും തയ്യാറാവുകയാണ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം യോഗം ചേരും. ഇടുക്കി കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത്. ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളുമൊക്കെ ചർച്ചയാവുന്നുണ്ട്. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ജലനിരപ്പ് ഉയരുന്നു എന്ന ആശങ്കയുണ്ട്. അതിനുമപ്പുറം നമുക്കറിയാം, അടുത്തിടെയുണ്ടായ രണ്ട് സംഭവങ്ങൾ, സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന ഈ വയനാടിന് ശേഷം ഉണ്ടാകുന്ന മുല്ലപ്പെരിയാർ ആശങ്കകൾ, കഴിഞ്ഞ ദിവസം തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടറിലുണ്ടായ ചില കേടുപാടുകൾ, അതുണ്ടാക്കുന്ന ആശങ്കകൾ, അങ്ങനെ മുല്ലപ്പെരിയാറിനെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആശങ്കയുമായി ചർച്ച നടക്കുന്നതിനിടയിലാണ് മന്ത്രി തന്നെ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ യോഗത്തിന്റെ അജണ്ടയിലേക്ക് വരിക, പ്രിൻസ്? തീർച്ചയായും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകളിൽ എത്തരത്തിലുള്ള ഒരു തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയായിരിക്കും യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക, മറ്റ് അണക്കെട്ട് നിർമ്മിക്കുക, പുതിയ അണക്കെട്ട് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒപ്പം കേരളത്തിൽ നിന്നുള്ള എംപിമാരും പാർലമെന്റിൽ കാര്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്ന് അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ആശങ്കകളും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്തരം പഴക്കമുള്ള ഒരു ഡാമാണ്. വലിയ ആശങ്കകളും കാലങ്ങളായി നിലനിൽക്കുന്നു. ഒപ്പം മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുല്ലപ്പെരിയാറിലും പ്രദേശങ്ങളിലുമെല്ലാം ശക്തമായ മഴ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പും പരമാവധി സംഭരണശേഷിയിലേക്ക്, അനുവദനീയമായ പരമാവധി സംഭരണശേഷിയിലേക്ക് വേഗത്തിൽ അടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 134 അടി വരെ വെള്ളം ജലനിരപ്പ് എത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വൃഷ്ടിപ്രദേശം മഴ ഉച്ചയ്ക്ക് ശേഷം മഴ തുടരുന്നുണ്ട്. പെരിയാർ വനമേഖലയിലും തേക്കടി തടാക തീരത്തുമെല്ലാം നല്ല ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലഭിച്ചത്. ഈ കഴിഞ്ഞ രാത്രിയിൽ വലിയ തോതിൽ വണ്ടിപ്പെരിയാർ മേഖലകളിൽ, തേക്കടി തടാക മേഖലയിലുമൊക്കെ വലിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. തമിഴ്നാട് ഇപ്പോഴും വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അതിനനുപാതികമായി കൂടുതൽ വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഡാം തുറക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അത്തരത്തിൽ ഡാം തുറക്കേണ്ടി വന്നാൽ, അണക്കെട്ട് സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ടി വന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാർ, വള്ളക്കടവ് തുടങ്ങി ഉപ്പുതറ തുടങ്ങി പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു ആവശ്യകത, അതിനായി ആവശ്യമായുള്ള ക്യാമ്പുകൾ ഒരുക്കണം, മറ്റു നടപടികൾ സ്വീകരിക്കണം, വെളിച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് കളക്ടറേറ്റിലെ യോഗം ചേരുന്നത്. ഇടുക്കി കളക്ടർ അടക്കം ഉദ്യോഗസ്ഥരെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. ആവശ്യമായ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യമായെങ്കിൽ എവിടെയൊക്കെ ക്യാമ്പുകൾ ആരംഭിക്കണം, ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും ഒക്കെ അടക്കം തദ്ദേശ സ്ഥാപനങ്ങളടക്കം എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്, വെളിച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെയാവും മറ്റ് കേരളം ഈ ഒരു വിഷയത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കി നിർമ്മിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ചുള്ളൊരു ചർച്ചകൾ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. പ്രിൻസ്, ഒരു കാര്യം കൂടി, ഈ ഡാം മാനേജ്മെന്റ് സംബന്ധിച്ച് കൃത്യമായ സംവിധാനമുള്ള സ്ഥലമാണ് കേരളം. അപ്പം ഡാം മാനേജ്മെന്റിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായുള്ള ഇടപെടൽ, ഇതൊക്കെ എത്ര കണ്ട് സജ്ജമാണ് എന്ന ഒരു പരിശോധന മന്ത്രി നടത്തുമായിരിക്കും. ഒരു കാര്യം കൂടിയുള്ളത്, ഇതിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലല്ലാതെ അവിടെ ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധികളെ ആരെങ്കിലും, സമരക്കാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണോ യോഗം ചേരുക? തീർച്ചയായും മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. ഒപ്പം സ്ഥലം MLA-മാരും ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപ്പുതറയിൽ യോഗം ചേർന്നിരുന്നു. അവർ ജനപ്രതിനിധികളൊക്കെ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗത്തിന് പുറമെ പ്രധാന സ്ഥാപനങ്ങളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളെ കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്കായിരിക്കും വരിക. കാരണം പ്രത്യേകിച്ചും ആളുകളെ പാർപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ജനകീയ സഹകരണത്തോടെ മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും 2018 പ്രളയകാലത്തിലൊക്കെ വലിയ തോതിൽ
അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ ഒരു അവസ്ഥ ഉണ്ടായാൽ, കാരണം ഇപ്പോൾ വലിയ ശക്തമായ മഴ മുല്ലപ്പെരിയാർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാറും ഉപ്പുതറയിലും ചപ്പാത്തിലും വള്ളക്കടവിലും അടക്കം, അതായത് മുല്ലപ്പെരിയാർ പിന്നിട്ട് പെരിയാർ നദി കടന്നു പോരുന്ന പ്രധാന ജനവാസ മേഖലകളാണ് ഇടുക്കി ഡാമിനടക്കമുള്ള ഇടയ്ക്കുള്ള പ്രധാന ജനവാസ മേഖലകൾ. പ്രത്യേകിച്ചും ഇവയെല്ലാം പുഴയോട് ചേർന്നുള്ള ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിയെത്തുമ്പോൾ തന്നെ വലിയ തോതിൽ പെട്ടെന്ന് വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ജനപ്രതിനിധികളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടും പ്രദേശ സ്ഥാപനങ്ങളിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നീങ്ങുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായൊരു ചർച്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ സമരവും കൂടുതൽ ശക്തമാകുന്ന ഒരു സാധ്യത വരുന്നു. പ്രത്യേകിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലൊക്കെ സമരങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സൂചനകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പല മേഖലകളിൽ നിന്നും ഇത്തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. പ്രജിത്ത്. യെസ് പ്രിൻസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിൻസ്, ഒരു കാര്യം കൂടി, ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണമാണ് നേരത്തെയും ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ സജീവമാക്കി ഒടുവിൽ മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനം നടത്തി ഈ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. സമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ ഈ വിഷയം പോണ്ടോ? പ്രദേശത്ത് ഈ വീണ്ടും സമരം സംഘടിപ്പിച്ച് ശക്തമായ നീക്കങ്ങൾ, അങ്ങനെ പ്രദേശവാസികളുടെ ഒരു സംഘടിക്കൽ, അതിനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഉപ്പുതറയിൽ ഇതിനുമായി അനുബന്ധിച്ച് ഒരു യോഗം ചേർന്നു. പ്രത്യേകിച്ചും ഇടുക്കി രൂപതയുടെയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും ഉള്ള വൈദികരടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള ഈ യോഗങ്ങളാണ് ഈ ഉപ്പുതറയിലൊക്കെ ചേർന്നത്. അത് ഒരു തുടർ സമരങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ നൽകുന്നു. സമര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരം ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ ഇവർ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസത്തിലുള്ള സമരത്തിലേക്ക് വരും ദിവസം നീങ്ങും എന്ന് ഇവർ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തുടർ സമരത്തിലേക്കുള്ള സാധ്യതകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ കർണാടകയിലുണ്ടായ സംഭവവും വയനാട്ടിലെ സംഭവവും നമുക്ക് കൂട്ടിച്ചേർന്ന് വലിയ ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ ഡാം എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും പുതിയ അണക്കെട്ടിലേക്ക് എന്ന ആവശ്യത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡാം സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ ഇല്ലെങ്കിൽ പോലും എല്ലാ വർഷവും വണ്ടിപ്പെരിയാർ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ പിന്നീടുള്ള പ്രദേശങ്ങളിലുള്ളവർ ജീവിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് പലപ്പോഴും കൊടുക്കാൻ മുൻവർഷങ്ങളിലൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വലിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനോ ആവശ്യമായ സുരക്ഷ കൊടുക്കാനോ സാധിച്ചിട്ടില്ല. പലപ്പോഴും ഇവരുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം മുൻ വർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും 2018 പ്രളയ കാലഘട്ടത്തിലൊക്കെ വലിയ തോതിൽ വെള്ളം ഇവരുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യവും കൃത്യമായി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വെള്ളം ഒഴുക്കി വിട്ട ശേഷം മാത്രം, അല്ലെങ്കിൽ വെള്ളം ഒഴുക്കി തുടങ്ങിയതിനു ശേഷം മാത്രം ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പലതവണയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒന്നും ഉണ്ടാവാതെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു യോഗം ഇന്ന് ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വീണ്ടും ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് കൂടി കരുതാൻ നമുക്ക് കാത്തിരിക്കാം മന്ത്രിയുടെ പ്രതികരണത്തിന് വേണ്ടി.